Okay, good evening to all. All of you mark your attendance. Please mark your attendance. Okay. In our previous class, we studied എന്തൊക്കെയാ പഠിച്ച നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ടെലിവിഷൻ, ഫാക്സ്, ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ അല്ലേ? ഓക്കെ, വായിച്ചിട്ടുണ്ടോ? നന്നായി വായിക്കണം കേട്ടോ. നമ്മൾ ഇന്റർനെറ്റ് ആൻഡ് പേജ് നമ്പർ 238 അല്ലേ? ഓക്കെ, 238 എടുത്തോ. അപ്പൊ നമ്മൾ ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ വരെയായിരുന്നു പഠിച്ചു കഴിഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇനി നമുക്ക് റേഡിയോ ആണ് പഠിക്കുന്നത്. റേഡിയോ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അല്ല, നിങ്ങൾ വരുമ്പോഴേക്ക് റേഡിയോയിൽ നിന്നെല്ലാം മാറി ടെലിവിഷനൊക്കെ ആയിട്ടുണ്ടായിരുന്നാവോ? ഉണ്ട് അല്ലെ? ചില വീടുകളിൽ ഉണ്ടാവുമായിരിക്കും റേഡിയോ. ഓക്കെ, കണ്ടിട്ടുണ്ട് അല്ലേ? പഴയ കാലങ്ങളിലൊക്കെ റേഡിയോ മാത്രമായിരുന്നു നമുക്ക് ജന്മം. ഈ ടി വി ഒന്നും വരുന്നതിന് മുമ്പേ റേഡിയോ ആയിരുന്നു എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു അല്ലേ? അത് നമുക്ക് എങ്ങനെയാ അടുത്ത് കൊണ്ടുവച്ച് കേൾക്കാം അല്ലെ? സ്ഥിരമായ ഒരു പൊസിഷനിൽ വെക്കണം എന്ന്. അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്താ പറയുക. A program on radio reaches all corners of India. Page number 238. All of you take your social textbook. Page number 238. 238. എടുത്തോ എല്ലാവരും? എല്ലാവരും വീഡിയോ ഓൺ ആക്കിയ മക്കളെ. A program on radio reaches all corners of India. It is useful even to those people who cannot read and write. The All India Radio broadcasts news and educational programs in Hindi, English, and in many regional languages. Private FM channels also broadcast programs for the people. Radio. A program on radio reaches all corners of India. A program on radio reaches all corners of India. റേഡിയോയുടെ ഒരു പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോൾ എന്താവും? ഇന്ത്യയിലെ എല്ലാ കോണുകളിലും എത്തും അല്ലേ? ഫാത്തിമ ശർമ്മ എന്താടാ? പേജ് നമ്പർ 238. 238. കണ്ടിട്ടില്ല? ഷഹ്മ ഇന്നലെ ഓ അതെ അല്ലെ, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂടാ, സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. നോക്കിയേ, 238 പേജില് ആദ്യത്തെ 2, 3-ാമത്തെ പാരഗ്രാഫാണ്. റേഡിയോന്ന് ഹെഡിങ്ങും ഉണ്ട്. ഓക്കെ, ക്ലിയർ ആയോ ഷഹ്മ? കണ്ടോ? എന്താണ് നിഹാര? എനിക്ക് നെറ്റ് പ്രോബ്ലം കാരണം ഇപ്പോഴാണ് ക്ലാസ് കിട്ടിയേ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ, നമ്മൾ തുടങ്ങിയതേ ഉള്ളൂ. കുറച്ചൊക്കെ എന്തൊക്കെ റേഡിയോയുടെ കാര്യമൊക്കെ പറഞ്ഞേ ഉള്ളൂ. റേഡിയോ ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. എല്ലാവരും കണ്ടില്ലേ മക്കളെ? ഓക്കെ, വായിക്കുമ്പോൾ ശ്രദ്ധിക്കോ കേട്ടോ. A program on radio reaches all corners of India. It is useful even to those people who cannot read and write. The All India Radio broadcasts news and educational programs in Hindi, English, and in many regional languages. Private FM channels also broadcast programs for the people. നിദ ശ്രദ്ധിച്ചാ മതി. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കും. അപ്പൊ എന്താ പറഞ്ഞ? പ്രോഗ്രാം ഓൺ റേഡിയോ റീച്ചസ് ഓൾ കോർണേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പൊ റേഡിയോയിൽ ഒരു പരിപാടി സംപ്രേഷണം ചെയ്യുമ്പോൾ എങ്ങനെയല്ല, ഇന്ത്യയുടെ എല്ലാ കോണുകളിലും അത് എത്തും അല്ലെ? പിന്നെന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് യൂസ്ഫുൾ ഈവൻ ടു ദോസ് പീപ്പിൾ ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്. ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ് കൊണ്ട് എന്താ? എന്താ മീനിങ്?
എഴുതാനും വായിക്കാനും അറിയാത്തവർക്ക് പോലും ഇത് ഉപയോഗപ്രദമാണ് അല്ലേ? അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഫുൾ, ഇത് ഉപയോഗപ്രദമാണ് ആർക്കെല്ലാം? ഈവൻ ടു ദോസ് പീപ്പിൾ ഹു കനോട്ട് റീഡ് ആൻഡ് വായിക്കാൻ അറിയാത്തവർ അല്ലേ? ഉപയോഗപ്രദമാണ്. ഇതെന്താ അടുത്തത്? എന്താ പറയുന്നത്? ഓക്കെ, the All India Radio broadcast news and educational programs in Hindi, English and in many regional languages. അല്ലേ? അത്രയാണ് പറഞ്ഞത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിരവധി പ്രാദേശിക ഭാഷകളിലും ആകാശവാണി എന്ത് ചെയ്യുന്നു? വാർത്തകളും വിദ്യാഭ്യാസ പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് അല്ലേ? അതാ പറഞ്ഞത് ഓൾ ഇന്ത്യ റേഡിയോ ആകാശവാണി വാർത്തകൾ എന്നൊക്കെ ബ്രോഡ്കാസ്റ്റ് ന്യൂസ് ആൻഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് അല്ലേ? ന്യൂസ് എന്താണ്? ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി വാർത്ത അല്ലെ? വാർത്തകളും പിന്നെന്താ പറഞ്ഞ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. വാട്ട് ഈസ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്? എഡ്യൂക്കേഷണൽ വിദ്യാഭ്യാസപരമായ അല്ലെ? എഡ്യൂക്കേഷണൽ പ്രോഗ്രാം വിദ്യാഭ്യാസപരമായ പരിപാടികളും പിന്നെന്ത് വാർത്തകളും പ്രക്ഷേപണം ചെയ്യും. പിന്നെന്താ പറഞ്ഞ അടുത്തത് നോക്കിയത്? ഹിന്ദി ഏതൊക്കെ ഭാഷകളാണ്? ഹിന്ദി, ഇംഗ്ലീഷ് ആൻഡ് ഇൻ മെനി റീജിയണൽ ലാംഗ്വേജസ് അല്ലെ? ഹിന്ദിയിലും ഇംഗ്ലീഷിലും പിന്നെ നിരവധി പ്രാദേശിക ഭാഷകളും റീജിയണൽ ലാംഗ്വേജസ് നിരവധി പ്രാദേശിക ഭാഷകൾ. ഓക്കെ, but the All India Radio broadcast news and educational programs in Hindi, English and in many regional languages. Private FM channels also broadcast programs for the people. The private FM സ്വകാര്യ FM ചാനലുകൾ അല്ലെ? പ്രൈവറ്റ് FM channels എന്താ പറഞ്ഞത്? ഓൾസോ ബ്രോഡ്കാസ്റ്റ് പ്രോഗ്രാംസ് ഫോർ ദ പീപ്പിൾ. സ്വകാര്യ FM ചാനലുകൾക്കായിട്ട് പരിപാടികള് സംപ്രേഷണം ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് റേഡിയോയുടെ പറയുന്നത്. എന്തൊക്കെയാ പറഞ്ഞത് റേഡിയോയില്? എ പ്രോഗ്രാം ഓൺ റേഡിയോ റീച്ചസ് ഓൾ കോർണേഴ്സ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഈവൻ ടു ദോസ് പീപ്പിൾ ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്. The All India Radio broadcasts news and educational programs in Hindi, English and in many regional languages. Private FM channels also broadcast programs for the people. So private സ്വകാര്യ FM ചാനലുകളും എന്ത് ജനങ്ങൾക്കായിട്ട് അയച്ച് പരിപാടികളെ സംരക്ഷണം ചെയ്യും. ഓക്കെ, ക്ലിയർ? അപ്പൊ അത്രയാണ് റേഡിയോയിൽ പറയുന്നത്. ഒന്നുകൂടി വായിക്കാം റേഡിയോ. എ പ്രോഗ്രാം ഓൺ റേഡിയോ റീച്ചസ് ഓൾ കോർണേഴ്സ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഈവൻ ടു ദോസ് പീപ്പിൾ ഹു കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്. The All India Radio broadcasts news and educational programs in Hindi, English and in many regional languages. Private FM channels also broadcast programs for the people. Okay, next നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ടെലിവിഷൻ. ടെലിവിഷൻ സർവ്വസാധാരണമാണ് അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം ടെലിവിഷൻ ഇല്ലേ? ആരെങ്കിലും വീട്ടിലിപ്പോ ടെലിവിഷൻ ഇല്ലാതെ ഉണ്ടാവില്ല, എല്ലാവർക്കും അല്ലെ ടെലിവിഷൻ. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നു ടെലിവിഷന്റെ കാര്യം. ടെലിവിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാവരും അല്ലേ? ഇല്ലേ സന? Television performs the same task as a radio, but also shows pictures. Sitting at home, you can watch that is happening in other parts of our country and elsewhere in the world. Today, there are many television channels in India. And television performs the same task as a radio, but also shows pictures. എന്താണ് റേഡിയോയിൽ നിന്ന് ടെലിവിഷനുള്ള വ്യത്യാസം എന്താ പറഞ്ഞത്? ഇപ്പോ ഇതൊരു റേഡിയോയുടെ അതേ ചുമതലയാണ് നിർവഹിക്കുന്നതെന്നാ പറഞ്ഞത് അല്ലേ? അല്ലേ? ടെലിവിഷൻ ബട്ട് ഓൾസോ എന്താ പറഞ്ഞേ? ഷോസ് അപ്പൊ അതിലെന്താണ് എന്തുകൂടി ഉണ്ട്? മറ്റേത് കേൾക്കാനല്ലേ പറ്റൂ. ടെലിവിഷനിലാകുമ്പോ അതേ സമയം നമുക്ക് അത് കാണാനും കൂടി പറ്റും. അതാണ് പറഞ്ഞത്. എന്ത്? ടെലിവിഷൻ പെർഫോംസ് ദ സെയിം ടാസ്ക് ആസ് എ റേഡിയോ. റേഡിയോയുടെ അതേ എന്ത് ചുമതല തന്നെയാണ് നിർവഹിക്കുന്നത് അല്ലെ? പിന്നെ അതിന് മാത്രമല്ല എന്തൊക്കെ ചിത്രങ്ങളും കൂടെ കാണും. അതാണ്.
പിന്നെന്താ പറഞ്ഞ സിറ്റിംഗ് അറ്റ് ഹോം യു ക്യാൻ വിച്ച് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അതർ പാർട്സ് ഓഫ് അവർ കൺട്രി ആൻഡ് എൽസ്വെയർ ഇൻ ദ വേൾഡ്. എന്താ പറഞ്ഞത്? ദെൻ എന്താ പറഞ്ഞത്? അടുത്തിട്ട് എന്താ പറഞ്ഞേ? വീട്ടിലിരുന്ന് സിറ്റിംഗ് അറ്റ് ഹോം, വീട്ടിലിരുന്ന് എന്ത് ചെയ്യാ? നിങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഉള്ള എന്ത് ഇടങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് കാണാൻ പറ്റും അല്ലേ? നമ്മൾ അങ്ങനല്ലേ വാർത്തകൾ അറിയുന്നത്? കുറെ എവിടെയൊക്കെയോ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്നു കൊണ്ടാണ് കാണുന്നത് അല്ലെ? ടെലിവിഷനിൽ ഉള്ളവർ അങ്ങനെയാണ് അറിയുന്നത്. എന്താണ് സംഭവിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? നെക്സ്റ്റ് അതാ പറഞ്ഞേ സിറ്റിംഗ് അറ്റ് ഹോം യു ക്യാൻ വാച്ച് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ അതർ പാർട്സ് ഓഫ് അവർ കൺട്രി. മറ്റു രാജ്യങ്ങളിലുള്ള കാര്യങ്ങളും കൂടെ അവിടെ എന്താണ് സംഭവിക്കുന്നത് പറയാൻ നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ടെലിവിഷൻ കണ്ടാൽ മതി അല്ലേ? എല്ലാ ന്യൂസുകളും നമുക്ക് കാണാൻ പറ്റും. കൺട്രി ആൻഡ് എൽസ്വെയർ ഇൻ ദ വേൾഡ്. പിന്നെ ലോകത്തിലെ തന്നെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ വീട്ടിലിരുന്ന്. പിന്നെന്താ പറഞ്ഞേ? ടുഡേ ദർ ആർ മെനി ടെലിവിഷൻ ചാനൽസ് ഇൻ ഇന്ത്യ. ഇന്ന് ഇന്ത്യയിൽ ധാരാളം ടെലിവിഷൻ ചാനലുകൾ അല്ലെ? ടുഡേ ദർ ആർ മെനി ടെലിവിഷൻ ചാനൽസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ധാരാളം ടെലിവിഷൻ ചാനലുകൾ ഉണ്ട്. അതാണ് അതിൽ പറഞ്ഞത്, ടെലിവിഷൻ പറഞ്ഞത്. അപ്പൊ ടെലിവിഷൻ ക്ലിയർ ആണോ മക്കളെ? യെസ്, വായിക്കാം, ശ്രദ്ധിക്കണം വായിക്കുമ്പോൾ. ടെലിവിഷൻ പെർഫോംസ് ദ സെയിം ടാസ്ക് ആസ് എ റേഡിയോ ബട്ട് ഓൾസോ ഷോസ് പിക്ചർ. സിറ്റിംഗ് അറ്റ് ഹോം യു ക്യാൻ വാച്ച് what is happening in other parts of our country and elsewhere in the world. Today there are many television channels in India. In India ഒരുപാട് ടെലിവിഷൻ ചാനലുകൾ ഉണ്ട്. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പൊ ആ ഒരു റേഡിയോ ആൻഡ് ടെലിവിഷനാണ് നമ്മൾക്ക് പറഞ്ഞത്. അത് ഒന്ന് വായിച്ചേ. കഴിഞ്ഞ നവമി വായിച്ചു. കുറച്ച് പേര് വായിക്കാറുണ്ട്. Radio. A program on radio reaches all corners of India. It is useful even to those people who cannot read and write. The All India Radio broadcasts news and educational programs in Hindi, English, and in many regional languages. Private FM channels also broadcast programs for the people. Television performs the same task as a radio but also shows pictures. Sitting at home you can watch what is happening in other parts of our country and elsewhere in the world. Today there are many television channels in India. Okay, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വായിക്കുമ്പോ? കഴിഞ്ഞ ക്ലാസ്സിൽ സിദ്ധാന്ത് കൃഷ്ണ വായിച്ചിട്ടുണ്ട്. വായിച്ചോ റേഡിയോ? A program on radio reaches all corners of India. It is useful even to those people who cannot read and write. The All India Radio broadcast news and educational programs in Hindi, English, and in many regional languages. FM channels also broadcast programs for the people. Television perform the same task as a radio but also show pictures. Sitting at home you can watch what is happening in other part of our country elsewhere in the world. Today there are many television channels in India. Okay. കൈസേ, നിന്നെ ഒന്ന് കണ്ടോട്ടെടാ, ഒന്ന് വീഡിയോ ഓൺ ചെയ്തേ. കൈസ് അതുപോലെ സാമുവല് വീഡിയോ ഓൺ ചെയ്തില്ല. അലൻപി സാംസങ് നെറ്റിന്റെ പ്രോബ്ലം.
ഓക്കെ നെക്സ്റ്റ് അലൻ പി സാംസൺ ഒന്ന് വായിച്ചേ. ക്ലിയർ ഉണ്ടോ നെറ്റ്? അലനെ കേൾക്കുന്നില്ല. അലൻ, can you hear me? അലൻ കേൾക്കുന്നില്ല. നെക്സ്റ്റ് കൈസിന് കേൾക്കുന്നില്ല. കൈസ് വീഡിയോ ഓൺ ആക്കി ആദ്യം ഓഫ് ചെയ്തു. ആരാധ്യ പ്രജിത്ത്, ആരാധ്യ പ്രജിത്തിനെ കുറെ ദിവസമായിട്ട് കാണാറേ ഇല്ലല്ലോ. ആരാധ്യ എവിടെയായിരുന്നു? ഓക്കെ ആരാധ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ. Radio is program on radio reaches all corners of India. all corners of India. It is useful even to those people who cannot read and write. The All Indian Radio broadcasts new news and education program in Hindi, English, and in many regional languages. Private FM channels also broadcast programs for the people. Okay. Next, അടുത്തരാ ആവണി മഹേഷ്. ടെലിവിഷൻ. ആവണി please unmute. ആവണിക്ക് എന്ത് പറ്റി ആവണി? Television performs television but also show pictures at home. You can വായിച്ചോ ആവണി? ആവണിക്ക് എന്ത് പറ്റി? ആവണിക്ക് മനസ്സിലായില്ലേ എവിടെ എടുത്തതെന്ന്? യെസ് എന്നാ വായിച്ചു. ഇവിടെ ശ്രദ്ധിക്കുന്നില്ലേ മോനെ? ആവണി പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് റീഡ്. ആവണി പ്ലീസ് അൺമ്യൂട്ട്. മിസ് ഇതൊന്ന് വായിക്കാം. ഓ വായിക്കാൻ കിട്ടായിട്ടാണോ? ടെലിവിഷൻ പെർഫോംസ് ദ സെയിം ടാസ്ക് ആസ് എ റേഡിയോ. ടെലിവിഷൻ വായിച്ചോ? അൺമ്യൂട്ട് ചെയ്യുന്നില്ല അവള്. അത് കേൾക്കുന്നില്ലാവോ? വായിച്ചോ? അൺമ്യൂട്ട് ചെയ്യും. നീ മ്യൂട്ട് ചെയ്യുന്ന എന്തിനാടാ? ടെലിവിഷൻ performs the same task and as a radio, but also shows pictures. Sitting at home you can watch what is happening in other parts of our country and elsewhere in the world. Today there are many television channels in India. Okay, അവന് നന്നായി വായിക്കണേ ടെക്സ്റ്റ്. ഓക്കെ ലിസൺ. സിനിമ. നെക്സ്റ്റ് സിനിമ. സിനിമ അറിയാത്തവരാരില്ല, സിനിമ കാണാത്തവരില്ല. ദിവസവും 2-3 സിനിമ കാണുന്നവരായിരിക്കും അല്ലേ? സിനിമയാണ് പഠിക്കുന്നത്. മൂവീസ് അല്ലേ?
Movies are made in many languages. They educate as well as entertain. They also spread social messages. എന്താണ് അത്രയുള്ളൂ സിനിമ. മൂവീസ് ആർ മെയ്ഡ് ഇൻ മെനി ലാംഗ്വേജസ്. എന്താ അങ്ങനെ പറഞ്ഞാ എന്താ അതിന്റെ മീനിങ് പറഞ്ഞില്ലേ? മൂവീസ് കുറെ ഭാഷയിൽ ഉണ്ടാക്കി. ഓക്കെ, വെരി ഗുഡ്. മൂവീസ് പല ഭാഷകളിൽ നിർമ്മിക്കപ്പെടുന്നു അല്ലേ? They educate as well as entertain. They educate as well as entertain. എന്താ മീനിങ്? അത് വിദ്യാഭ്യാസത്തോടൊപ്പം നമുക്ക് വിനോദവും നൽകുന്നു അല്ലെ? മൂവീസ് ചിലതിൽ നമുക്ക് വിവരങ്ങൾ അറിയേണ്ടത് എന്തെങ്കിലും ഉണ്ടാവും അല്ലെ? അതാ പറഞ്ഞു ദേ എഡ്യൂക്കേറ്റ് ആസ് വെൽ ആസ് എന്റർടൈൻ അല്ലെ? വിദ്യാഭ്യാസത്തോടൊപ്പം നമുക്ക് വിവരങ്ങൾ അറിയാനുള്ളത് തരുന്നതിനോടൊപ്പം നമുക്ക് വിനോദവും നൽകുന്നു അല്ലെ? ഒരു സിനിമ കണ്ടാൽ നമുക്കൊരു എന്താണ്, എന്തിനാണ് സിനിമ കാണാൻ പോകുന്നത്? ഒരു വിനോദവും കൂടി കിട്ടാവാൻ വേണ്ടി അല്ലെ? പിന്നെന്താ പറയുക? ദേ ഓൾസോ സ്പ്രെഡ് സോഷ്യൽ മെസ്സേജസ്. എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? നമുക്ക് സോഷ്യൽ മെസ്സേജും സാമൂഹ്യമായ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നു അല്ലെ? നമുക്ക് നൽകുന്നത് സോഷ്യൽ, അതാ പറഞ്ഞ ദേ ഓൾസോ സ്പ്രെഡ് സോഷ്യൽ മെസ്സേജസ് അല്ലെ? അപ്പൊ മൂവീസ് ആർ മെയ്ഡ് ഇൻ മെനി ലാംഗ്വേജസ്. ദേ എഡ്യൂക്കേറ്റ് ആസ് വെൽ ആസ് എന്റർടൈൻ. ദേ ഓൾസോ സ്പ്രെഡ് സോഷ്യൽ മെസ്സേജസ്. അത്രയുള്ളൂ സിനിമ. നെക്സ്റ്റ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ്. എന്താ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻ എന്ന് പറഞ്ഞാൽ? പത്രങ്ങളും മാസികകളും അല്ലെ? പത്രങ്ങളും മാസികകൾ അറിയില്ലേ? മാഗസിൻ, മാസികള്. മാഗസിൻസ് എന്ന് പറഞ്ഞാൽ മാസികകളാണ്. മാസത്തിലൊക്കെ വരുന്ന സാധനങ്ങളില്ലേ, അതാണ് മാസികകൾ കേട്ടോ. മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ന്യൂസ് പേപ്പർ അറിയില്ലേ? പത്രങ്ങള് നിങ്ങൾ വായിക്കാറുണ്ടോ? ന്യൂസ് പേപ്പർ ഏതൊക്കെ പത്രങ്ങളാണ് വായിക്കാറ്? ഏതുമില്ല അല്ലേ? ദേശാഭിമാനി. പിന്നെയോ കുറച്ച് ന്യൂസ് പേപ്പേഴ്സിന് നെയിം പറഞ്ഞു. ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി, ദീപിക. ഇംഗ്ലീഷ് പത്രത്തിന്റെ പേരറിയോ? ഇന്ത്യൻ എക്സ്പ്രസ് ഒന്നും വായിക്കാറില്ലേ? കണ്ടിട്ടില്ലേ? മലയാള മനോരമ ദിവസവും കൊണ്ടുതരുന്ന ഒരാളുണ്ടല്ലോ എനിക്ക് ഇവിടെ. ഇതിലില്ല ആളല്ലേ? ഏഞ്ചൽ റോസ് ബെഞ്ചമിൻ അല്ലേ കൊണ്ടുവരുന്ന ആള്? യെസ്, ഓക്കെ. അപ്പോ എന്താ പറഞ്ഞ? ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ് അല്ലെ? പത്രങ്ങളും മാസികകളും. അപ്പൊ എന്താ പറയുന്നത്? എ ലാർജ് നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് ആർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. എ ലാർജ് നമ്പർ ഓഫ് newspapers and magazines are published in India. These carry news and information about events from all parts of the world. Some people read e-newspapers on their tablets and smartphones. Never name newspapers. കേൾക്കുന്നില്ലേ? ആർക്കാ ക്ലിയർ ഇല്ലാത്ത? നല്ല സൗണ്ടില്ല. ക്ലിയർ ആവുന്നില്ലേ? ആർക്കാ ക്ലിയർ ആവാത്തേ? നിഹാരക്കാണോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി വായിക്കാം. എ ലാർജ് നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് ആർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. എന്താ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത്? ഇന്ത്യയിൽ ധാരാളം പത്രങ്ങളും മാസികകളും പ്രസിദ്ധീകരിക്കും. ഇതിനപ്പുറം മലയാളത്തിൽ ഇനിയോ പറഞ്ഞു പറഞ്ഞില്ല അല്ലെ? ഇത് എ ലാർജ് നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് ആർ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ. ഇന്ന് ഇന്ത്യയിൽ ധാരാളം പത്രങ്ങളും മാസികകളും പ്രസിദ്ധീകരിക്കും അല്ലെ? പിന്നെന്താ പറഞ്ഞേ? These carry news and information about events from all parts of the world. These carry news and information about events from all parts of the world. ഇവ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള വാർത്തകളും വിവരങ്ങളും വായനക്കാരിൽ എത്തിക്കുന്നു അല്ലെ? അതാ പറഞ്ഞത്. These carry news and information about events from all parts of the world. അല്ലെ? ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും. ഓക്കെ,
Some people read e-newspapers on their tablets and smartphones. എന്താ പറഞ്ഞ ലാസ്റ്റ് സം പീപ്പിൾ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അല്ലേ സം പീപ്പിൾ എന്താ ചെയ്യുന്നത് റീഡ് ഈ ന്യൂസ് പേപ്പേഴ്സ് ഓൺ ദിയർ ടാബ്ലറ്റ്സ് ആൻഡ് സ്മാർട്ട് ഫോൺസ് അവരുടെ ടാബ്ലറ്റുകളിലും സ്മാർട്ട് ഫോണുകളിലും ഈ പത്രങ്ങള് വായിക്കുന്നുണ്ട്. ഇത്രയാണ് അതിലെ ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസിൽ നമുക്ക് പറയാനുള്ളത് അല്ലെ. ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ് ആണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു? റേഡിയോ, ടെലിവിഷൻ, സിനിമ, ന്യൂസ് പേപ്പർ ആൻഡ് ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് അല്ലേ. റേഡിയോ, ടെലിവിഷൻ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് 2 പേര് വായിച്ചു. ഇനി നെക്സ്റ്റ് സിനിമയും ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ് ഞാൻ ഒന്നുകൂടി വായിക്കാം. സിനിമ ശ്രദ്ധിക്കണേ. മൂവീസ് ആർ മെയ്ഡ് ഇൻ മെനി ലാംഗ്വേജസ്. ദേ എഡ്യൂക്കേറ്റ് ആസ് വെൽ ആസ് എന്റർടൈൻ. They also spread social messages. Newspapers and magazines. A large number of newspapers and magazines are published in India. These carry news and information about events from all parts of the world. Some people read e-newspapers on their tablets and smartphones. ചില ആളുകൾ എന്ത് ചെയ്യും? അവരുടെ ടാബ്ലറ്റുകളിലും സ്മാർട്ട് ഫോണുകളിലെല്ലാം എന്ത് ഈ പത്രങ്ങൾ വായിക്കും. പത്രങ്ങൾ നമ്മൾ വായിക്കുന്നവരുണ്ട്. ഇത്രേ പറഞ്ഞത്. ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസ് എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യയില് ധാരാളം പത്രങ്ങളും മാസികകളും പ്രസിദ്ധീകരിക്കുന്നുണ്ട് പറഞ്ഞാല് അത് തന്നെ. പിന്നെന്ത് പറഞ്ഞു? ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള സംഭവങ്ങളെ കുറിച്ചുള്ള വാർത്തകളും വിവരങ്ങളും വായനക്കാരില് എത്തിക്കുന്നു അല്ലെ. പിന്നെ ചില ആളുകള് അവരുടെ സ്മാർട്ട് ഫോണുകളിലൊക്കെ ഈ പത്രങ്ങൾ വായിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഏതാണ് നമ്മുടെ ലെസന്റെ പേരെന്താണ്? മറന്നുപോയോ എല്ലാവർക്കും? പഠിച്ചു കഴിയുമ്പോഴേക്ക് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നതില് ട്രാൻസ്പോർട്ട്. ഓക്കെ, ട്രാൻസ്പോർട്ട് ആദ്യം തന്നെ പറഞ്ഞു. നമ്മൾ ഏതൊക്കെ? റോഡ്വേസ്, റെയിൽവേസ്, വാട്ടർവേസ് ആൻഡ് എയർവേസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ. എന്താണ് കമ്മ്യൂണിക്കേഷൻ? എന്ത്? സെൻഡിങ് ആൻഡ് റിസീവിംഗ് messages is called communication. Next നമ്മൾ postal service. India's postal service is called India Post. It is the largest postal in the world. അല്ലേ? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു India post office and people go to post office to buy stamps. അത് question answer ആണ്. Buy stamps, inland letters, postcards and stamped എന്ന്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? ടെലിഫോൺ അല്ലെ. ടെലിഫോണിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് അത് കഴിഞ്ഞ് നമ്മള് ഫാക്സ് അല്ലെ. ഫാക്സ് റിട്ടൺ ഡോക്യുമെന്റ് ക്യാൻ ബി സെൻഡ് ത്രൂ എ ഫാക്സ് മെഷീൻ. പിന്നെ ഇന്റർനെറ്റ് ആൻഡ് ഇമെയിൽ. നെക്സ്റ്റ് റേഡിയോ, ടെലിവിഷൻ, സിനിമ, ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ്. ഇത്രയാണ് നമ്മള് ആ ഒരു ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ലെസണിൽ നമ്മള് പഠിച്ചത്. അവിടെ ജുവലിനും ജോമലിനും എന്തൊക്കെയോ സംസാരമായിരുന്നേ. ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോ സിനിമ, ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ് ആരാ വായിക്കുന്നത്? നെക്സ്റ്റ് ഇന്ന് വായിക്കാത്ത ആരാ ഉള്ളത്? ഫാത്തിമത്ത് ക്ലിയർ ഉണ്ടോ? സന മൻസൂർ ഇന്നലെ വായിച്ചിട്ടില്ല. വായിച്ചു വരുന്ന ഞാൻ വായിപ്പിക്കാൻ കഴിയുള്ളൂ വിചാരിച്ചിട്ടാണ്. സമയം എത്രയേ ഉള്ളൂ? 4 മിനിറ്റ്. വേഗം വായിച്ച് സന. പ്ലീസ് അൺമ്യൂട്ട്. ഞാൻ വായിച്ചിട്ടില്ല. നിഹാരക്ക് ഇന്നലെ കിട്ടാനിട്ടല്ലേ? ഞാൻ വായിച്ചോട്ടെ മിസ്? Cinema movies are made in many languages. Educate as well as entertain. They also spread social messages. Newspaper and magazine. A large number of newspaper and magazines are published
published in India. These carry Carry news and information about events from also all parts of the world. parts of the world. Some people read newspapers on their tablet and smartphone. Okay. Next, നിഹാര ഒന്ന് വായിച്ചോ. നിഹാരക്ക് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു വായിക്കാൻ. Cinemas. Movies are made in many languages. They are educated as well as Educated ഇല്ലടാ, educate as well and as well as entertain. newspapers bring a social message. Newspaper and messages. Magazines. A large number of newspapers and magazines are published in India. These are news and information, but about events from all parts of the world. Some people read e-newspaper on the tablets, on smartphone. ഓക്കെ, നിങ്ങൾ വായിക്കുമ്പോൾ ഫുൾ സ്റ്റോപ്പിൽ എടുത്തെല്ലാം നിർത്തി അങ്ങനെ കൂട്ടി വൃത്തിയിൽ വായിക്കാൻ പഠിക്കണം കേട്ടോ. മൂവീസ് അങ്ങനെ വായിക്കുമ്പോൾ മൂവീസ് എന്ന് പറഞ്ഞാൽ സിനിമകൾ എന്നായില്ലേ. മൂവി എന്ന് പറഞ്ഞാലോ ഒത്തിരി സിനിമയുടെ കാര്യം. അപ്പൊ നിങ്ങൾ ഒരു എസ്സായത് അത് ഒഴിവാക്കാതെ വായിക്കാൻ പഠിക്കുക കേട്ടോ. വായിക്കണേ, കൂട്ടി വായിക്കണം. നെക്സ്റ്റ് ജുവൽ നിങ്ങളെ വായിച്ചില്ല. Cinemas. Movies are സിനിമാനേ ഉള്ളൂ അവിടെ. സിനിമ. Movies are made in many languages. They educate as well as entertain. They also spread social messages. Newspaper and magazines. A large number of newspapers and magazines are published in India. These carry news and information about events from all parts of the world. Some people are read 1 minute ഉള്ളൂ. on their tablets and smartphone. ഓക്കെ, നമുക്ക് 1 minute ഉള്ളൂ. ക്ലാസ് കട്ടാവും കേട്ടോ. നന്നായിട്ട് മക്കൾ ഇത് വായിക്കണം. അടുത്ത ദിവസം ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ കണ്ടുപിടിച്ചിട്ട് വരിക കേട്ടോ. നമുക്ക് അടുത്ത ദിവസം അതിന്റെ ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ, ബൈ, സി യു, ബൈ. Thank you, Miss. Thank you. Thank you, Miss. Okay, thank you, bye. Okay, നിഹാര എന്താ പറയാനുള്ളത്? എനിക്ക് രണ്ടാമത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നും കിട്ടിയിട്ടില്ല. മിസ് അയച്ചു തന്നില്ലായിരുന്നോ? നവമി അയച്ചു തന്നുവല്ലോ ഒന്ന്. എനിക്ക് കിട്ടിയിട്ടില്ല. മോളൊരു കാര്യം ചെയ്യണം, നിഹാരക്കല്ലേ ആവശ്യം. അപ്പൊ നിഹാര എന്ത് ചെയ്യാ, അവളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. നമ്പർ കൊടുക്കണം. ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.